നിരപരാധികളെ ലക്ഷ്യമിട്ട പാക് വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നിരപരാധികളായ പൗരന്മാരുടെ നേർക്കുള്ള ഏത് ആക്രമണത്തെയും ഇന്ത്യ അസന്നിഗ്ധമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. അഫ്ഗാൻ പ്രദേശത്ത് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരപരാധികളായ 46 പേർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ രംഗത്ത് വന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പാക്തിക പ്രവിശ്യയിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. ബാൽമാൽ ജില്ലയിലെ 4 ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണമെന്ന് അഫ്ഗാൻ സർക്കാരിലെ ഡെപ്യൂട്ടി വക്താവായ ഹംദുള്ള ഹിഫ്ത് റാത്ത് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തെ അപലപിച്ച് ഇന്ത്യ രംഗത്തെത്തിയത്. നേരത്തെ അവർ സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കുന്നതിനായി അയൽക്കാരെ പഴിചാരുകയായിരുന്നു പതിവ്. മാധ്യമ വാർത്തകൾ വഴിയാണ് ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കിയതെന്നും വിലപ്പെട്ട നിരവധി ജീവനുകൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതെന്നും രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടവരെന്നാണ് അഫ്ഗാൻ വ്യക്തമാക്കുന്നത്. ഡിസംബർ 24 രാത്രിയായിരുന്നു ആക്രമണം ഉണ്ടായതും 10ഓളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും 7 ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും അഫ്ഗാൻ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ അഫ്ഗാനിൽ വലിയ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. അതേസമയം പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കയറിയാണ് ആക്രമണം നടത്തിയതെന്നാണ്. പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുമെന്നും അമേരിക്കയെ വരെ ഓടിക്കാൻ പറ്റുമെങ്കിൽ പാകിസ്ഥാൻ വെറും ഓലപ്പാമ്പാണ് എന്നും താലിബാന്റെ പ്രസ്താവന വന്നിരുന്നു. വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് താലിബാൻ പ്രതിരോധ മന്ത്രാലയം പ്രതിജ്ഞയെടുത്തിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഭൂമിയും പരമാധികാരവും സംരക്ഷിക്കുന്നത് അവരുടെ നിയമാനുസൃതമായ അവകാശമാണെന്ന് താലിബാൻ മന്ത്രാലയം പ്രസ്താവിച്ചു. ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് വാസിസ്ഥാനി അഭയാർത്ഥികളും ലക്ഷ്യമിടുന്നവരിൽ ഉൾപ്പെടുന്നുവെന്നും താലിബാൻ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങളുടെ രാജ്യത്ത് ആക്രമിച്ചത് കയറി കൊലപ്പെടുത്തിയെന്നും താലിബാൻ പറയുന്നു. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വ്യോമാക്രമണം അതിർത്തി കടക്കാനുള്ള താലിബാൻ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും ആക്രമണമെന്നും പാകിസ്ഥാൻ സൈന്യവുമായി അടുത്ത സുരക്ഷാ വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഇത് വന്നത്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ തീവ്രവാദികളെ കയറ്റിവിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാശ്മീരിൽ ഭീകരന്മാരെ അയക്കുന്നത് പോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഭൂമിയും പിടിക്കാൻ പാകിസ്ഥാൻ ഭീകരന്മാരെ അയക്കുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നൊക്കെയാണ് ഈ സംഘടനകളുടെ പേരുകൾ. താലിബാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് ഇനായത്തുള്ള പാകിസ്ഥാൻ അവകാശവാദങ്ങൾ നിരസിക്കുകയും സിവിലിയൻ ആളുകൾ കൂടുതലും വാസിസ്ഥാനി അഭയാർത്ഥികളാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ആക്രമണത്തിൽ നിരവധി കുട്ടികളും മറ്റ് സാധാരണക്കാരും രക്തസാക്ഷികളാക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഔദ്യോഗിക മരണസംഖ്യകൾ നൽകിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം 15 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നും തിരച്ചിൽ തുടരുന്നതായും മരണസംഖ്യ ഉയരുമെന്നും വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.